നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി മീഡിയ വണ്ണും IG രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഉത്രാടം വൈബ് മ്യൂസിക് ഇവന്റ് പുരോഗമിക്കുകയാണ്. മുൻനിര ഗായകരുടെ ഒരു താരനിര തന്നെയാണ് ഗാനസന്ധ്യയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി സഫാൻ VP ഉണ്ട്. സഫാന്, അനന്തപുരിക്ക് മീഡിയ വൺ നൽകുന്ന ഒരു സമ്മാനമാണ് ഈ സായം സന്ധ്യയിലെ ഈ ഗാനനിലാവ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ട്? പാട്ടൊക്കെ അടിച്ചു പൊളിച്ചോ? അജി സൂചിപ്പിച്ച പോലെ അനന്തപുരത്ത് മീഡിയ വൺ നൽകുന്ന ഓണസമ്മാനം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. പൂജപ്പുര ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി നടക്കുക. മന്ത്രി വി ശിവൻകുട്ടി അല്പസമയത്തിനകം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 4 ഗായകർ ശ്വേത അശോക്, ജിതിൻ രാജ്, വൈഷ്ണവ് ഗിരീഷ്, പുണ്യ എന്നിവർ നയിക്കുന്ന ഗാനമേളയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് മാർക്കറ്റ് വിഭാഗം മേധാവി, മീഡിയ വണ്ണിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ബിനോയ് ചന്ദ്രൻ ചേരുന്നു. എങ്ങനെയാണ് ഈ പരിപാടിയുടെ സംഘാടന? സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ടൂറിസം വകുപ്പുമായി ചേർന്നുകൊണ്ട് മീഡിയ വൺ ഇന്ന് പൂജപ്പുര ഗ്രൗണ്ടിൽ ഒരു മെഗാ മ്യൂസിക്കൽ ഈവൻ്റ് നടത്തുകയാണ്. പൂജപ്പുര ഗ്രൗണ്ടിലെ ആദ്യത്തെ പരിപാടിയാണ്, ഓണം വാരാഘോഷത്തിൽ നിന്നുള്ള ആദ്യത്തെ പരിപാടിയാണ് മീഡിയ വണ്ണിൻ്റെ തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷത്തിനുള്ള ഒരു സമ്മാനം കൂടിയാണ് ഇന്നത്തേത്. ജിതിൻ, വൈഷ്ണവ്, ശ്വേത, പുണ്യ തുടങ്ങിയ സംഗീത ജയരാജിൻ്റെ നേതൃത്വത്തിലുള്ള ബാൻഡുമാണ് ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിച്ചേരുന്നത്. 7 മണിക്ക് നമ്മൾ ഇത് ആരംഭിക്കും. വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത്. സൂചിപ്പിച്ച പോലെ ഇവിടെ എല്ലാ സജ്ജീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 7 മണിയോടുകൂടി തന്നെ മ്യൂസിക്കൽ നൈറ്റ് ആരംഭിക്കും. പൂജപ്പുര ഗ്രൗണ്ടിലാണ് പരിപാടി. സൗജന്യമായാണ് പ്രവേശനം. ഇതിനോടകം തന്നെ നിരവധി ആളുകൾ പരിപാടി വീക്ഷിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് തന്നെയാണ് മീഡിയ വണ്ണും അതിൻ്റെ ഭാഗമായി ചേർന്ന് അനന്തപുരിക്ക് ഒരു ഓണസമ്മാനം. ശരി, അനന്തപുരിയിലെ ആ സായം സന്ധ്യയിൽ സഫാനും അടിച്ചു പൊളിക്കൂ. കുറച്ചു നേരം വാർത്തയുടെ ലോകത്ത് നിന്നൊക്കെ മാറി നിന്ന് സംഗീതമൊക്കെ ആസ്വദിക്കൂ എന്ന് സഫാനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ